നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അള്ളാഹുവുമായി നമുക്ക് ബന്ധമുണ്ടാകണം. ജീവനേക്കാൾ സ്നേഹം അള്ളാഹുവിനോടുണ്ടാകണം എന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യരെ നാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തർഭാഗത്ത് അവന്റെ അന്തരംഗങ്ങൾ മന്ത്രിക്കുന്ന കാര്യങ്ങൾ, മനസ്സ് വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഞാനും അവനും തമ്മിലുള്ള ബന്ധം വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനെയും അവനെയും ബന്ധിപ്പിക്കുന്ന കണ്ടനാടിയേക്കാൾ അവനോട് ചേർന്നവനാണ് നാം എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയാവുന്ന എത്രയോ അവയവങ്ങളുണ്ടായിട്ടും കയ്യിനേക്കാൾ, കാലിനേക്കാൾ, ശരീരത്തിലുള്ള മറ്റവയവങ്ങളെക്കാൾ ഒന്നും പറയാതെ അല്ലാഹു തആല അവന്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തെയാണ് പരാമർശിച്ചത് എങ്കിൽ ആ ജീവൻ റഹ്മാനായ നാഥന് വേണ്ടി സമർപ്പിക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ അതുപോലും നാം ഇബാദത്തിന്റെ ഭാഗമായിട്ട് കാണണം എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെയുള്ള നാം ഓരോരുത്തരും നമ്മുടെ സമയവും സന്ദർഭങ്ങളും എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ മുഹൂർത്തങ്ങളും നിസ്കാരം എന്ന ഈ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഏറെ ബാധ്യതയുള്ളവരാണ്. സത്യത്തിൽ നമ്മെ ഇങ്ങനെ ഒരു സമൂഹമാക്കി നിലനിർത്തുന്നതിൽ നിസ്കാരത്തിനുള്ള പങ്ക് ഒരിക്കലും ചെറുതല്ല. ഈ ഒരു അമൽ ഇല്ലായിരുന്നുവെങ്കിൽ കേവലം ഒരു പരന്നു കിടക്കുന്ന സമൂഹമായി മുസ്ലിം സമൂഹം മാറുമായിരുന്നു. അസ്വലാ എന്ന ഈ കർമ്മം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഒരുമിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കേന്ദ്രങ്ങളായി പള്ളികൾ ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ നിസ്കാരങ്ങൾക്ക് വേണ്ടി സംഗമിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും സംഗമിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ആഴ്ചയിൽ ഒരു തവണ നിർബന്ധമായിട്ടും അവിടങ്ങളിൽ നമ്മൾ ചേരുന്നത്, നമ്മൾ മഹല്ലുകളായിട്ട് മാറുന്നത്, എല്ലാറ്റിന്റെയും പിന്നിൽ ഈ ഒരു ഇബാദത്താണ് എന്നത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. ഇത് സജീവമായി മനസ്സിന്റെ, ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളുടെയും ആവേശമായി, ആനന്ദമായി നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഞാനും നിങ്ങളും പരിപൂർണ വിശ്വാസികളായി മാറുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു കൽപ്പന മുതൽ നമുക്ക് തുടങ്ങാം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, ഭൗതികമായ എല്ലാ പ്രതിസന്ധികളിലും പാരത്രികമായി നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന എല്ലാ വിഹ്വലതകളിലും രാജാതിരാജനായ അല്ലാഹു തമ്പുരാനിൽ നിന്ന് നിങ്ങൾ സഹായം തേടേണ്ടത് രണ്ട് ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഉപാധികൾ രണ്ടും നിങ്ങൾക്ക് നിത്യേന പ്രാവർത്തികമാക്കുവാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഏതാണത്? ബിസ്സബ്രി വസ്സലാഹ്, ഒന്ന് ക്ഷമയാണ്, മറ്റൊന്ന് നിസ്കാരമാണ്. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ അമലുകളിലും, എല്ലാ തെറ്റുകുറ്റങ്ങളോടുള്ള താല്പര്യങ്ങളിലും നിങ്ങൾ വിട്ടുനിന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത് ബിസ്സബ്രി, ഒന്ന് ക്ഷമയോടുകൂടെയാണ്. വലിയ ഒരാഹ്വാനമാണ് അല്ലാഹു തആല ഈ വാക്കിലൂടെ പറയുന്നത്. കാരണം ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒരു സവിശേഷതയാണ് ഒരു മനുഷ്യൻ ക്ഷമാലുവായി മാറുക എന്നത്. അവൻ ക്ഷമിക്കേണ്ടത് കേവലം പ്രതിസന്ധികളിലും വേദനകളിലും രോഗങ്ങളിലും മാത്രമല്ല,
മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ക്ഷമയുടെ ഭാഗങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ട ക്ഷമകളെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. കാരണം പ്രഭാതത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ അവന്റെ ശരീരത്തെ അവൻ വളരെയധികം മെരുക്കിയെടുക്കണം. തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഉറക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിസ്കാരപ്പായയിലേക്ക് എത്തണമെങ്കിൽ ആ സമയത്ത് ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ എല്ലാറ്റിനും അനിവാര്യമായ ഒന്നാണല്ലോ ക്ഷമ. റമളാൻ മാസം സമാഗതമായാൽ അന്ന് വരെ എഴുന്നേൽക്കാത്ത സമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ, അത്താഴം കഴിക്കണമെങ്കിൽ, നിയ്യത്ത് ചെയ്യണമെങ്കിൽ, ഈ പകൽ നീണ്ട സമയങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ, അപ്രകാരം തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ എല്ലാറ്റിനും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകുകയുള്ളൂ. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ക്ഷമയുള്ള ഹൃദയമാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മല്ലം യർള ബിഖലാഇ വലം യസ്ബിർ അലാ ബലാഇ. എന്റെ വിധി ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഞാൻ നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമാപൂർവം തരണം ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടില്ലെങ്കിൽ, അവൻ എന്റെ ഭൂമിയിൽ നിന്ന് പുറത്തു പോയി കൊള്ളട്ടെ, അവനല്ലാത്ത നാഥനെ തേടിക്കൊള്ളട്ടെ, ഞാനല്ലാത്ത റബ്ബിനെ അവൻ തേടിക്കൊള്ളട്ടെ എന്നെല്ലാം അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടാകണം നിങ്ങൾ അല്ലാഹുവിന്റെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അത് വളരെ കുറഞ്ഞവരാണ്. ക്ഷമയും സഹനവും ഒന്നാമതായി നമുക്ക് വേണ്ടത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്. ഏതായാലും ഞാനത് വിശദീകരിക്കുകയല്ല. രണ്ടാമതായി അല്ലാഹു തആല പറയുന്നത് നിസ്കരിച്ചുകൊണ്ടാകണം നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്. ഐഹികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്കുള്ള രക്ഷ നിസ്കാരത്തിൽ അഭയം പ്രാപിക്കലാണ്. അള്ളാഹുവിന്റെ റസൂലിന് ജീവിതത്തിൽ എന്തെങ്കിലും വിഹ്വലതയുണ്ടാകുമ്പോ, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ അവിടുന്ന് നിസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫസിഅഹു അംറുൻ നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് തയ്യാറാകുമായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ നമുക്ക് സാധ്യമാകുമല്ലോ. മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ ക്ഷാമത്തിലായി കഴിഞ്ഞാൽ, തോടുകളും പാടങ്ങളും പറമ്പുകളും വറ്റിക്കഴിഞ്ഞാൽ, മൃഗങ്ങളും പക്ഷികളും പറവകളും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിസ്കരിക്കുവാനും സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന പേരിൽ നിസ്കാരം നിർവഹിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മഴ പെയ്തു, വലിയ കാറ്റടിച്ചു. അപ്രകാരം വലിയ കാറ്റും മഴയും ഇടിയും മിന്നുമെല്ലാം വന്നു കഴിഞ്ഞാൽ അറബികളായ സ്വഹാബികളും അതുപോലെ മദീന നിവാസികളും ആഹ്ലാദഭരിതരായി ഈ മഴ ആഘോഷിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോവുകയും പലപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് സുന്നത്തുകൾ നിസ്കരിക്കുകയും അതിനോടുകൂടെ അല്ലാഹുവിനോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ കാരണം തിരക്കിയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ആയിഷ, ഈ മഴയും കാറ്റുമെല്ലാം അല്ലാഹു തആല റഹ്മത്താക്കി മാത്രമല്ല ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്, അവന്റെ ശിക്ഷയുടെ ഏറ്റവും വലിയ ഒരു ഭാഗമായിട്ട് ഈ കാറ്റിനെയും മഴയെയും അല്ലാഹു തആല അയച്ചിട്ടുണ്ട് എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമൂഹത്തെയും അല്ലാഹു തആല തകർത്തത് അങ്ങനെയായിരുന്നു.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബിയോട് വന്നുകൊണ്ട് വളരെ വലിയ സങ്കടം പറയുകയാണ്. ഹുമൂമുൽ ലസിമത്നി യാ റസൂലല്ലാഹ്, എനിക്കെന്തോ ഒരു സങ്കടം, മനസ്സിലെന്തോ ഒരു ദുഃഖമുണ്ട് നബിയേ, എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. അബൂ ഹുറൈറയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അബൂ ഹുറൈറ, നീ പോയിട്ട് സുന്നത്തുകൾ നിസ്കരിക്കുക, നീ നിസ്കാരത്തിൽ അഭയം പ്രാപിക്കുക എന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എല്ലാ ഭൗതികമായ പ്രതിസന്ധി ഘട്ടത്തിലും റസൂലിന്റെ ഏറ്റവും വലിയ ആയുധമായി നിസ്കാരമുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഈ റമളാനിലാണല്ലോ ബദർ യുദ്ധം നടന്നത്. 313 ആളുകളുമായി അള്ളാഹുവിന്റെ റസൂല് ബദറിലേക്ക് യാത്രയാവുകയാണ്. യുദ്ധം ചെയ്യുക എന്നത് അവിടുത്തെ പ്രഥമമായ ലക്ഷ്യമായിരുന്നില്ല. സാഹചര്യം യുദ്ധത്തിലേക്ക് എത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് നേരത്തെ ഇവിടെ മാഷ് പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് യുദ്ധത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അത് നിവേദനം ചെയ്യുന്ന സ്വഹാബികൾ പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധത്തിന്റെ വേളകളിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരിടവേള കിട്ടിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാവൽ നിന്നിരുന്ന റസൂലുള്ളാഹിയുടെ ടെന്റിന്റെ സമീപത്ത് ഞാൻ ചെല്ലും. ഞാൻ പലപ്പോഴും അവിടുന്ന് കാണുമായിരുന്നത് അള്ളാഹുവിന്റെ റസൂല് നിസ്കരിക്കുന്നതായിട്ടായിരുന്നു. നിസ്കാരത്തിൽ സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പതുക്കെയല്ല ഉറക്കെ പറയുന്നത് ഞാൻ കേട്ടു, യാ ഹയ്യു യാ ഖയ്യൂം. ബദറിൽ നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി മാത്രമല്ല, അവിടുത്തെ മുഖം മുകളിലേക്ക് ഉയർത്തി, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ തലയിൽ നിന്ന് ആ തട്ടം ഇങ്ങനെ താഴേക്ക് ഉതിർന്നു വീണ് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. അങ്ങനെയാണ് ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും വിജയം വരിക്കാൻ സാധിച്ചത്. അഹ്സാബ് യുദ്ധം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു യുദ്ധമായിരുന്നു ഖന്തഖ് യുദ്ധം. ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ എല്ലാ ശത്രുക്കളും ഒരുമിച്ചു മുസ്ലിങ്ങൾക്കെതിരെ. അതിന് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ടത് സ്വഹാബികൾ പറയുകയാണ്. ഒഴിവ് കിട്ടുന്ന വേളകളിൽ മുഴുവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ പലപ്പോഴും ഭക്ഷണമുണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് റമളാനിന്റെ ഈ പകലിൽ നമുക്കാർക്കും ഒരു വിശപ്പുമില്ല. എവിടെയാ നമ്മുടെയൊക്കെ വിശപ്പ്? കാരണം നമ്മൾ അത്താഴം കഴിക്കുന്നത് ഇനി ഒരു 24 മണിക്കൂറാണ് നോമ്പെങ്കിലും ഒരിക്കലും വിശക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. നോമ്പ് തുറന്നാലോ ഇനി ഒരു കാലത്തും വിശക്കരുത്, ഒരു തീറ്റ മത്സരം തന്നെ ഞാനും നിങ്ങളും സംഘടിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് നോമ്പല്ലാത്ത കാലത്തും വീട്ടിലേക്ക് വന്നാൽ പലപ്പോഴും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെള്ളമുണ്ടായിരുന്നില്ല, ഒരു കാരക്ക പോലും എടുക്കാനുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാസങ്ങളോളം അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും വയറ് നിറച്ചുണ്ണാറുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ വീട്ടിൽ അധിക സമയവും ഒരിക്കലും മാസങ്ങളോളം അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല എന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീട്ടിലൊന്നുമില്ല, ദാരിദ്ര്യമാണ്. അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത്, യാ അഹ്ലാ സ്വല്ലൂ, കുടുംബക്കാരെ, എന്റെ ഭാര്യമാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാനിതാ ഒരു ഉപാധി തരുന്നു. നിങ്ങളെല്ലാവരും നിസ്കരിച്ചു കൊള്ളുക. മുർ അഹ്ലക ബിസ്സലാ, ഫർളായ നിസ്കാരങ്ങൾ മാത്രമല്ല, കഴിയുന്നത്ര നിസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണേ. കുടുംബങ്ങളോട് നിങ്ങൾ അത് കൽപ്പിക്കണേ. ഫഇന്നല്ലാഹ യഅതീക ബിർരിസ്ഖി മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ, ഉപാധികൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗം, വലിയ പൈസക്കാരനായില്ലെങ്കിലും
ധനം കുന്നുകൂട്ടി വെക്കുന്ന ആളായില്ലെങ്കിലും ഉള്ളത് കൊണ്ട് സമാധാനിക്കാവുന്ന ഒരവസ്ഥ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഷഹാദത്ത് ചൊല്ലൂ, റമളാനാണല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അവിടുന്ന് പറയുകയാണ്, മൻ കാനത് ലഹു ഹാജത്തുൻ, നിങ്ങൾക്കാർക്കെങ്കിലും റബ്ബിൽ നിന്നൊരാവശ്യം നിറവേറണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഔ മിൻ ബനി ആദം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം നടപ്പാകണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫല്യതവല്ല, അവൻ വേഗം വുളൂ ചെയ്യട്ടെ. വല്യഹ്സിൻ വുളൂഅഹു, അവന്റെ വുളൂ അവൻ നന്നായി ചെയ്യട്ടെ. പിന്നെ അവൻ സുമ്മ ലിയുസല്ലി റക്അതൈൻ, പിന്നെ അവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരത്തെ കുറിച്ച് മാത്രമല്ല എല്ലാ നിസ്കാരങ്ങളുമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നബി തിരുമേനി ആ വ്യക്തിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകും. അങ്ങനെ അവിടുന്ന് നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, മോനെ നീ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം എന്ന് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയോട് അവിടുന്ന് ഉപദേശിക്കുമായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമൽ അതാണ് മുഅ്മിനേ നിസ്കാരം. നമ്മളതിൽ ആവേശഭരിതരാണ്. ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചോളൂ. അൽഹംദുലില്ലാഹ്, നമുക്ക് നിസ്കരിക്കാൻ സൗഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അത് തലമുറയിലൂടെ നമ്മൾ ഇങ്ങനെ കൈമാറുകയാണ്. ആലോചിക്കൂ, ആ കർമ്മമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണ്? ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യം കഴിഞ്ഞാൽ നീ അടുത്ത കാര്യം തുടങ്ങേണ്ടവനാണ്. അതാണ് വിശ്വാസിയെങ്കിൽ നിസ്കാരം നമ്മെ പ്രചോദിപ്പിക്കുന്നത് അതിനു വേണ്ടിയല്ലേ. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കർമ്മം ഏറ്റവും വലിയ സൗഭാഗ്യം അതല്ലേ. അല്ലാഹു ആ സൗഭാഗ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്കിൽ ആരൊക്കെയാണ് ഈ നിസ്കാരം നിർവഹിച്ചത്? അതൊരു പഠനമാണ്. നമ്മൾ മാത്രമല്ല, ആരൊക്കെയാണിത് നിർവഹിക്കുന്നത്, ആരൊക്കെയാണിത് നിർവഹിച്ചത്? വലിയ ഒരു ചരിത്രം നിസ്കാരത്തിനുണ്ടെന്ന് നാം പഠിക്കണം. നമ്മളുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല, നമ്മൾ നിസ്കരിക്കുന്ന ഭാവത്തിലായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ സുജൂദും നമ്മുടെ റുക്കൂഉം അതിൽ ചെയ്യുന്ന കർമ്മങ്ങളുമായി കൊള്ളണമെന്നില്ല. നിസ്കാരം എന്ന ഈ പേരിലുള്ള അമൽ ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അതൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലല്ലേ അല്ലാഹു തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഉസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പേ സുജൂദ് ഉണ്ടായിരുന്നു. നിസ്കാരം ആദം നബിയുടെ മേലുണ്ടായിരുന്നു. ആദ്യമായി സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടയാൾ പ്രഭാതം പുലരുന്നതിന്റെ മുമ്പ് ആദ്യമായി നിസ്കരിക്കേണ്ട നിസ്കാരം സുബ്ഹാണല്ലോ. ആ സുബ്ഹ് ആദ്യമായി നിർവഹിച്ചയാൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാം ആയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും. എല്ലാ നബിമാരും നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ കേൾക്കുക. ഇതിനൊരു പാരമ്പര്യമുണ്ട്. റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോ, നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭ്യമാകുമ്പോ, പ്രവാചകന്മാരത് ഏറ്റുവാങ്ങുമ്പോ ഇൻഷാ അല്ലാഹ് അവരിലേക്ക് ചെല്ലാൻ, ആ നിസ്കരിച്ചവരോട് കൂടെ ചേരാൻ അല്ലാഹു നമുക്ക് അവസരം നൽകും. ഇൻഷാ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ.
പ്രവാചകന്മാരും. ഒരു ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ 4000 കൊല്ലം മുമ്പ് ലോകത്ത് ജീവിച്ച് വഫാത്തായി പോയ വലിയ ഒരു മനുഷ്യനാണല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. മുഹമ്മദുർ റസൂൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നബിയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. 4000 കൊല്ലങ്ങൾക്ക് മുൻപ് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് നടന്ന വലിയ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ കാലഘട്ടങ്ങളിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുമായിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത് അടക്കമുള്ള നാടുകളിൽ അവരുടെ കാലഘട്ടങ്ങളിൽ ആളുകൾ കച്ചവടവുമായിട്ട് വന്നിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ജനിച്ച നാട് ഉർ എന്നാണ് അറിയപ്പെടുന്നത്. ഉർ അല്ലെങ്കിൽ ഊർ, ഇറാനിലാണ് ആ സ്ഥലമുണ്ടായിരുന്നത്. അങ്ങനെ അവര് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ടാണത്രേ നാട് എന്നതിന്റെ പര്യായമായി ഊർ എന്ന വാക്ക് വന്നത് എന്ന് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നാടുകളുടെ വാലായിട്ടുണ്ടാവും ഊർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്താ? മാവൂർ അല്ലേ? നമ്മുടെ ഈ വാഴ്ന്ന് നടക്കുന്ന സ്ഥലം മാവ് പ്ലസ് ഊര് എന്നായിരിക്കണം അല്ലേ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഓരോരുത്തരും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പാരമ്പര്യമാണ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നേരിട്ട വലിയ ഒരു മനുഷ്യൻ 4000 കൊല്ലം മുമ്പ് ഒരുപാട് നബിമാരുടെ പിതാവായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് നിസ്കാരം കാണുവാൻ കഴിയുമല്ലോ. വലിയ ചരിത്രത്തിൽ അദ്ദേഹം ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക്, അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് വരികയാണ്. കൂടെയുള്ളത് ഹാജറ ബീവിയാണ്, പറക്കമുറ്റാത്ത കുഞ്ഞായ ഇസ്മായിലുമാണ്. ഒരുപാട് കാലം അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ച് അള്ളാഹു തആല നൽകിയ ഈ പിഞ്ചു കുഞ്ഞിനെ മരുഭൂമിയിലൂടെ താണ്ടിക്കൊണ്ടുവന്ന് കഅബ ശരീഫ് ഇന്നുള്ളതിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറക്കുകയാണ്. ആദ്യം ഭാര്യയോട് ഇറങ്ങാൻ പറഞ്ഞു. ഒട്ടകപ്പുറത്ത് നിന്ന് ഭാര്യയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിന്റെ കയ്യിൽ എന്നിട്ട് അതിന് ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രവും കുറച്ച് കാരക്കയും കൊടുത്തു. ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, മിണ്ടുന്നില്ല. ഗൾഫിൽ പോകുന്നവരുണ്ടാകുമല്ലോ, നിങ്ങളുടെ വീട്ടുകാരിയെ, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സുഭദ്രമായ വീട്ടിൽ നിങ്ങളാക്കിയിട്ട് പോവുകയാണെങ്കിലും, നല്ല നാട്ടിൽ സുരക്ഷിതമായ അവസ്ഥയോടുകൂടെ നിങ്ങൾ അവരെ യാത്രയാക്കുകയാണെങ്കിലും, നിങ്ങൾ യാത്ര പറയുകയാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ നിറയാറില്ലേ? നിങ്ങളുടെ മനസ്സൊന്ന് പിടക്കാറില്ലേ? എന്നാൽ ഇബ്രാഹീമിന്റെ മനസ്സ് എത്രമേൽ പിടച്ചിരിക്കണം എന്റെ മുഅ്മിനേ. കാരണം അല്ലാഹ് അവനല്ലാതെ ഒരാളെയും ഏൽപ്പിക്കാനില്ല, അവനല്ലാതെ ഒരാളുടെയും കയ്യിൽ കൊടുക്കാനില്ല. ആരുമില്ല, ഒരാളുമില്ല, ഒരു പുല്ലുപോലുമില്ല, മുകളിലൂടെ പറക്കുന്ന പക്ഷികളില്ല. ഇബ്രാഹിം നബി തിരിച്ചു പോകുമ്പോ പിന്നിൽ നിന്ന് ഭാര്യ വിളിച്ചു ചോദിക്കുന്നു, എങ്ങോട്ടായി പോകുന്നത്? മറുപടി പറയാൻ കഴിയുന്നില്ല. രണ്ടാമതും എങ്ങോട്ടാണ്? പിന്നെ ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇത്? അതെ, ഇത് അല്ലാഹു കൽപ്പിച്ചതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഫഅശാറ ബിദിഖ്നിഹി, തന്റെ കഴുത്തുകൊണ്ട് അതേ എന്നാങ്യം കാണിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഭാര്യയെയും കുഞ്ഞിനെയും ആക്കിയിട്ട് യാത്ര ചെയ്യുകയാണ്. കഅബ ശരീഫും ഇവരും ഒരു പൊട്ടുപോലെ ദൂരെ ഇങ്ങനെ കാണുന്ന സന്ദർഭം. നേരെ ഒട്ടകത്തെ തിരിച്ചു കഅബയിലേക്ക്. ഇരു കരങ്ങളും ഉയർത്തി കണ്ണീരോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഒരു ദുആയുണ്ട്. റബ്ബനാ ഇന്നി
അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നീയല്ലാതെ ഒരാളുമില്ല റബ്ബേ. എന്റെ ഭാര്യ ഇവിടെ ഇതാ, എന്റെ കുഞ്ഞിനെ ഇതാ. അല്ലാഹുവേ, നിന്റെ കഅബ എന്ന ഭവനത്തിന്റെ അവിടെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നു റബ്ബേ. എന്തിനു വേണ്ടിയാണ് അവരെ ഞാൻ ഒഴിവാക്കുന്നത്? റബ്ബനാ ലിയുഖീമുസ്സലാഹ്. അല്ലാഹുവേ, അവർ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നിസ്കാരം തുടങ്ങിയിട്ടില്ല, കഅബ ഉണ്ടായിട്ടില്ല, കഅബ പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിട്ടില്ല, കഅബയുടെ അവശിഷ്ടങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് അല്ലാഹുവേ, പിൽക്കാലത്ത് തലമുറകൾ മാറി ലോകത്ത് ജനങ്ങൾ ഉണ്ടാകുമ്പോ റബ്ബനാ ലിയുഖീമുസ്സലാഹ്. ഒറ്റയ്ക്കാ മരുഭൂവിൽ ഒക്കത്തീസ് മായിൽ ഒരുവന്റെ പരീക്ഷയിൽ ഒരുകുന്നു ഹാജറ. എരിയും കോടും ചൂടിൽ ഇടറും കാലാടികൾ തളരും വേസനത്താൽ ഒരുകുന്നു ഹാജറ. ഹാജറ ബീവി ഇസ്മായിൽ നബിയെ വളർത്തി. കാലങ്ങൾക്ക് ശേഷമാണല്ലോ കഅബ ഉണ്ടാകുന്നത്. കഅബ ഉണ്ടാകുന്നതിന്റെയും ലക്ഷ്യം നിസ്കാരമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. കഅബാലയം ഉണ്ടാക്കി ഇസ്മായിലും ഇബ്രാഹിം നബിയും സമൂഹത്തിന്റെ പിതാക്കന്മാരായി മാറി. ഇബ്രാഹിം നബി ലോകത്തോട് വിട പറയുമ്പോഴും അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുമ്പോഴും എപ്പോഴും ഓർമ്മയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവേ, എന്നെ നീ നിസ്കരിക്കുന്നയാളാക്കണമേ, എന്റെ മക്കളെ നീ നിസ്കരിക്കുന്നയാളാക്കണമേ. റബ്ബനാ അല്ലാഹുമ്മ ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നീ നിസ്കരിക്കുന്നവരാക്കണമേ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരുടെയും നിസ്കാരം നമ്മുടെ സംസ്കാരം എന്ന എൻ്റെ ഒരു പ്രസംഗത്തിന്റെ സീഡി നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവും. ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിസ്കാരമുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു. തന്നെയുമല്ല, നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തോട് മിസ്രിൽ, ഈജിപ്തിൽ വീടുണ്ടാക്കാൻ പറഞ്ഞു. ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. വീടുണ്ടാക്കാൻ പറഞ്ഞു. എവിടെ? മിസ്രിൽ. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും. എന്തിന് വീടുണ്ടാക്കണം? എനിക്ക് വേണ്ടി നിസ്കരിക്കുവാനുള്ള രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കണം. വീട് എന്ന് പറഞ്ഞാൽ അത് വെറും താമസിക്കാനുള്ളത് മാത്രമല്ല, അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക ഇബാദത്തുകളുടെയും ഗേഹം നമ്മുടെ വീട് തന്നെയാണ്, സ്ഥലം വീട് തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീടുകൾ അങ്ങനെയാണ്. പെണ്ണുങ്ങൾ, സ്ത്രീകൾ അധിക ഇബാദത്തുകളും അവരുടെ 99% ഇബാദത്തും ചെയ്യുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ്. നിസ്കാരം അത് നിർവഹിക്കേണ്ടത് അവർ വീട് തന്നെയാണ്. അപ്രകാരം അവരുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, അവരുടെ ഖുർആൻ പാരായണങ്ങൾ, അവരുടെ ദാനധർമ്മങ്ങളിൽ നിന്ന് ഒട്ടുമുക്കാലും അപ്രകാരം അവരുടെ എല്ലാ നോമ്പും അവരുടെ എല്ലാ അമലുകളും അവർ ചെയ്യുന്നത് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബിയോടും അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞു. وَأَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ هَارُونَ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ. അല്ലാഹു പറയുകയാണ്, മൂസാ നബിയോടും ഹാറൂൻ നബിയോടും നാം ദിവ്യബോധനം നൽകി. എന്ത്? ഈജിപ്തിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും വീടുകൾ ഉണ്ടാക്കണം. എന്നിട്ടോ
വജഅലൂ ബുയൂതകും ഖിബ്ല, ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് നിസ്കരിക്കുവാനുള്ള രീതിയിൽ സംവിധാനിക്കുകയും ചെയ്യണം. നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക റൂം തന്നെ ഉണ്ടായിരുന്നു. ആ റൂമിന് പറയുന്ന പേര് നിസ്കാരമുറി എന്നാണ് എൻ്റെയൊക്കെ നാട്ടിൽ പറയാം. എൻ്റെയൊക്കെ പഴയ വീടാണ്, വീട്ടിൽ അങ്ങനെ ഉണ്ട്, ഒരു നിസ്കാരമുറി ഉണ്ട്. ഇപ്പോഴും ചില ആളുകൾ ഉണ്ടാവും നിസ്കരിക്കാനായിട്ടൊരു പ്രത്യേക സ്പേസ് വീട്ടിലിടാറുണ്ട്. വേറെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ബോധം തന്നെ ഉണ്ടാവില്ല. ഏതായാലും വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ, മൂസാ നബിയോടും അവിടുത്തെ സഹോദരനോടും പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാൽ, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും നിസ്കരിക്കുന്നവരും അത് കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിർബന്ധമായ ഈ നിസ്കാരത്തിന് മുൻപ് അവിടുത്തെ മേലിൽ ചില നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതേതാണ്? യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. റസൂലുള്ളാഹി അങ്ങനെ പുതച്ചുറങ്ങാണ്. എപ്പോ ആദ്യമായി വഹയി കിട്ടിയപ്പോ, കിടക്കണ്ട നബിയേ, ഉറങ്ങല്ല നബിയേ, ഉണരാൻ സമയമായിരിക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ നിസ്കരിക്കുക. രാത്രിയിൽ നിങ്ങൾ കുറച്ച് സമയമൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ നിസ്കരിച്ചു കൊള്ളു നബിയേ. നിസ്ഫഹു, അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാം. ഏതായാലും രാത്രി നിസ്കാരം നബിയെ നിങ്ങൾക്ക് നിർബന്ധമാണ്. തഹജ്ജുദ് നിസ്കാരം അത് നിങ്ങൾ നിർവഹിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന നാശിഅത്തൽ ലൈൽ, നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോഴുണ്ടല്ലോ, ഹിയ അശദ്ദു വത്ആ, നിങ്ങളുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് നല്ല ശക്തി കിട്ടും നബിയെ. നിങ്ങൾ പ്രബോധനം തുടങ്ങുകയാണല്ലോ, നിങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണല്ലോ, നിങ്ങൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണല്ലോ. കല്ലേറുകൾ വന്നേക്കാം, വഴികളിൽ മുള്ളുകൾ വിതറപ്പെട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല വഅഖ്വമു ഖീല, അത് പറയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നബിയെ നിങ്ങളുടെ വാക്കിനും നല്ല ശക്തി ഉണ്ടാകും. രാത്രി നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആദ്യമായി പഠിപ്പിച്ചു അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിച്ചു എന്ന് മാത്രമല്ല, വലം തു സുന്നതമൻ അഹ്യല്ലാലാമ ഇല അനിഷ്തകത് ഖദമാ ഹുല്ലുറാമിൻ വരിമി. കാല് അനിഷ്തകത് ഖദമാ, കാല് നബിയോട് പരാതി പറഞ്ഞു, നബിയെ സഹിക്കാൻ കഴിയുന്നില്ല, വേദനിക്കുകയാണ്, കാലിന് പ്രയാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി അതിൽ തളർന്നില്ല. സാന്ദർഭികമായിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ഫർളുകളിൽ വലിയ ജാഗ്രത പുലർത്തുന്നവരാകും. നിസ്കരിക്കുവാൻ കഴിയുന്നവരെടുക്കേണ്ട ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അത് പതിവാക്കുന്നത് ഏറെ ഗുണകരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ റമദാനിൽ അതിനുള്ള ഏറ്റവും വലിയ അവസരവും ലഭ്യമാവുകയാണ്. ഏറ്റവും വലിയ അവസരം
കാരണം ഇശാ നിസ്കരിച്ച് ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടാണ് സുബ്ഹിയുടെ മുമ്പാണ് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിസ്കരിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുവാനുള്ള സമയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മഹ്ശറിലെ വിചാരണയുടെ വേളകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. വിചാരണ തുടങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹുവിനോട് ചെന്ന് ശഫാഅത്തിന് വേണ്ടി, ശുപാർശക്ക് വേണ്ടി റസൂലുള്ള സുജൂദിൽ ചെയ്ത് അവസാനം അല്ലാഹു അത് സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹു ചോദിക്കും നബിയോട്, എന്തേ കിടക്കുന്നു, എന്തേ സുജൂദിൽ വീണിരിക്കുന്നു? ഇർഫഅ റഅസക്, തല ഉയർത്ത്, സൽ തുഅത, എന്താണെങ്കിലും ചോദിച്ചോ, തരാം. അവിടുന്ന് പറയും, ഹിസാബ് തുടങ്ങണം, വിചാരണ തുടങ്ങണം. ശരിയായാലും വേണ്ടില്ല, സ്വർഗമായാലും വേണ്ടില്ല, നരകമായാലും വേണ്ടില്ല, തുടങ്ങണം. അല്ലാഹു തആല ആഹ്വാനം ചെയ്യും, സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ ആളുകൾ, അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം അവസരം നൽകും. അവർക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല. അവർ ഇനി മഹ്ശറിൽ നിൽക്കണ്ട, അവർ നേരെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും. ആരാണത് എന്ന് റസൂലുള്ള പറയുകയാണ്, അല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ്, അവരുടെ വിരിപ്പുകളെ തൊട്ട് ശരീരം അകലുന്നവരാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടും അല്ലാഹുവിനുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടും ഇരുട്ടിന്റെ മറവിൽ അല്ലാഹുവേ നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു തആല അങ്ങനെയുള്ള അവസരം നൽകുന്നത്. അവരെ വിളിക്കും ഒരു മലക്ക്, തഹജ്ജുദ് നിസ്കരിച്ചവരെ നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കും കുറെ ആളുണ്ട്. റസൂലുള്ള കൂട്ടത്തിൽ പറയുകയാണ്, അവരെഴുന്നേൽക്കും, വഹും ഇല്ലാ ഖലീൽ, അവര് വളരെ കുറഞ്ഞവരെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ കുറഞ്ഞവരിൽ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ ഒരു ദിവസം പിന്തുടരുകയാണ്. ഒരു തോട്ടത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. തോട്ടത്തിൽ ചെന്നുകൊണ്ട് അബൂ ത്വൽഹ കാണുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അതാ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാർ എടുത്തുകൊണ്ട് തന്റെ ശരീരത്തെ ഇങ്ങനെ ആഞ്ഞു പ്രഹരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അന്ത അമീറുൽ മുഅ്മിനീൻ, ഉമറേ നീയാണോ അമീറുൽ മുഅ്മിനീൻ? അന്ത ഖലീഫത്തുൽ മുസ്ലിമീൻ, നീയാണോ ഉമറേ മുസ്ലിങ്ങളുടെ ഖലീഫ? ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയ നീയാണോ ഉമറേ ഇത് ആളായി നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുന്നു. ഒരു തഹജ്ജുദ് നിസ്കാരം ഖളാ ആക്കിയതിന്റെ പേരിൽ. നിസ്കാരം പതിവാക്കുന്നവരാവുമ്പോ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബിയുടെ മേൽ നിർബന്ധമായ, നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന, പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം റസൂലുള്ളാഹിക്കുണ്ടായിരുന്നു. അപ്രകാരം ചില സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ നിസ്കാരങ്ങളുമായി മുന്നോട്ട് പോയി. നബിയിൽ വിശ്വസിച്ചവർക്ക് ഇതിന്റെ ചില ഭാഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അല്ലാഹു അവസാനം മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കുന്നത്. ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഹിജ്റയുടെ 1.5 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്, അല്ലാഹു കൊണ്ടുപോകുന്നത് രാജാതിരാജന്റെ സവിധത്തിലേക്ക് തന്റെ ഹബീബിനെ ചേർത്ത് പിടിക്കുന്നതെന്നാണ്. അങ്ങനെ കൊണ്ടുപോയി റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടുക്കലെത്തി. ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻബസൽ ഹയ്യാഹു ലില്ലാഹി തഹിയാത്തുൽ ഫുളൽ വമുബാറകാതു വസ്സലാത്തു കമാ നുഖിൽ ഫിസീറത്തിൽ ഹലബി ഹകാതത് മീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ ചെന്നു, അസ്സലാമു അലൈക,
അല്ലാഹു തആലയോട് അല്ലാഹുവിന്റെ റസൂല് അഭിവാദ്യം ചെയ്തു. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അത്തഹിയ്യാത്തതാണ്. അല്ലാതെ അള്ളാഹിനോട് എന്താ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തു പറയാനാ? സലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ പടച്ചോനെ നിനക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏറ്റവും വലിയ വാചകത്തിലൂടെ അത് പറഞ്ഞു. നമ്മൾ ഇന്ന് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അതാണ് മനസ്സിലേക്ക് വരേണ്ടത്. അത്തഹിയ്യാത്തുൽ മുബാറകാതു അസ്സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും അല്ലാഹുവേ നിനക്കുള്ളതാണ് റബ്ബേ. അല്ലാഹു അതിന് മറുപടി പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. അങ്ങനെ സംഭാഷണം തുടർന്നു. അല്ലാഹുവുമായിട്ട് നേരിട്ട് കണ്ടു. അല്ലാഹു തആല അവിടെ വെച്ച് നിസ്കാരം നിർബന്ധമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും വഹയ് മുഖേനയാണ് അല്ലാഹു നിർബന്ധമാക്കിയതെങ്കിൽ ഇത് മാത്രം അല്ലാഹുവിലേക്ക് വിളിച്ച് ആകാശ ലോകത്ത് വെച്ച് അർശിന് മുകളിൽ വെച്ച് അല്ലാഹുവിന്റെ എവിടെയാണോ അവൻ ഉദ്ദേശിച്ചത് അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ നിസ്കാരം എന്ന കർമ്മം നിർബന്ധമാക്കിയത്. ആവേശത്തോടെയായിരിക്കണം നാം ഓരോരുത്തരും അത് നിർവഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നോക്കൂ നിങ്ങൾ, ഇതുപോലൊരു കർമ്മം, നിസ്കാരത്തിന് മുമ്പുള്ള വുളൂ പോലൊരു കർമ്മം വേറെ ഏതു മതത്തിലാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം. അത്തുഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിന്റെ പകുതിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുദ്ധി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ വൃത്തിയുടെ വലിയ പാഠങ്ങളുണ്ട്. ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ശാരീരികമായ ബാഹ്യമായ വൃത്തിയും ആന്തരികമായ വൃത്തിയും. വൃത്തികേടിനെ ഒരിക്കലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അല്ലാഹു തആല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാത്തതുമുണ്ട്, കഴിക്കാവുന്നതുമുണ്ട്. അല്ലാഹു തആല ഉപയോഗിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാവുന്നതുമുണ്ട്, പറ്റാത്തതുമുണ്ട്. എന്തേ കാരണം? ഒന്ന് വൃത്തിയുള്ളതാണ്, മറ്റൊന്ന് വൃത്തികേടാണ്. അറുത്ത മൃഗങ്ങളെ ഭക്ഷിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ അറവിലൂടെ ആ മാംസത്തിന് ലഭ്യമാകുന്നത് വൃത്തിയാണ്. അതിന്റെ രക്തത്തിലൂടെ ഒഴുകിപ്പോകുന്നത് മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ വൃത്തികേടുകളുമാണ്. പന്നിയുടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ ആ പന്നി വൃത്തികേടുള്ള മാംസങ്ങളാണ്. ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികേടായ മാംസങ്ങളാണ്. ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ കാഷ്ടമാണ്. വൃത്തികേട് എന്താണോ അതിനെ ഇസ്ലാം മാറ്റിവെക്കും. ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ തന്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കടന്നു വരാനുള്ള കാരണം പന്നി എന്ന് പറയുന്നത് പല ആളുകളുടെയും ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമീൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ചിലപ്പം പെടാൻ സാധ്യതയുണ്ട്. ഇറച്ചി കൊണ്ടുവന്ന് നോക്കും, റോസ്റ്റാക്കിയിട്ട് കറിയാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞിട്ട് അന്വേഷിക്കും, ഏതാ നല്ല രസമുണ്ടല്ലോ. അപ്പോഴായിരിക്കും പറയാ സാധനത്തിന്റെ പേര്. സുഭിക്ഷാണ് അവിടെ. ഹോട്ടലുകളിലൊക്കെ പ്രത്യേകം ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട അങ്ങോട്ട് പോയാൽ അവിടെയൊക്കെ ഹോട്ടലുകളിൽ വിളമ്പപ്പെടുന്ന ഒരു വിഭവം കൂടിയാണിത്. അങ്ങനെയുള്ള മാംസം ഈ അടുത്തൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്, ആ മാംസം എന്തിനാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്ന കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ഇസ്ലാം അത് നിഷിദ്ധമാക്കിയത്? നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല ആത്മാർത്ഥമായ സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിയുന്നവരൊക്കെ ഏറ്റവും വലിയ ഒരു സ്വതക്ക തന്നെ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ വെച്ച് ചെയ്യണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ ഒരു മുസ്ലിമായ സഹോദരനുമായിട്ട് ഇയാൾ തർക്കിക്കുകയാണ്. തർക്കിച്ച് ഞാൻ പറഞ്ഞു, ഇയാൾ പറയാണ്, ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇസ്ലാം പന്നിയെ ഒഴിവാക്കുന്നത്? ആ പന്നി വൃത്തികേടായ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മൃഗമാണ്.
അല്ല. ഇന്ന് അറുക്കപ്പെടുന്ന പന്നികളൊക്കെ ഏറ്റവും നല്ല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ പന്നി വളർത്തു കേന്ദ്രത്തിൽ കൊണ്ടുപോയത്ര ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ മറ്റേയാളെ പന്നി വളർത്തുന്നിടത്ത്. ഇയാളും അത്ഭുതപ്പെട്ടു. ശരിയാണ്, കാരണം ഒരു വൃത്തികേടുമില്ല, നല്ല വൃത്തിയുള്ള പന്നികൾ, ഒരു ദുർഗന്ധമില്ല, ഒരു അനാവശ്യമായ വാസനയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് 5-6 പന്നികളുണ്ടല്ലോ ഒരു ഫാമിൽ. ഇങ്ങനെ അതിലെ ഒരു പന്നി ഇങ്ങനെ കാഷ്ടിക്കുന്നു. പെട്ടെന്നാണത്രേ തൊട്ട